വാഷിംഗ്ടണിൽ വെച്ച് നടന്ന 3 ദിവസത്തെ വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് കാനഡയിൽ നിന്നുള്ള $2000 കോടി വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തി അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച സമയപരിധിക്കുള്ളിൽ ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് നടപടി. എന്നാൽ യുഎസിന്റെ താരിഫ് നടപടിക്കെതിരെ കനത്ത തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കിയത്. അമേരിക്കൻ തീരുവയ്ക്ക് അനുസൃതമായി കാനഡയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അതേ അളവിൽ ഡോളർ എന്ന കണക്കിൽ തീരുവ ചുമത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കൂടാതെ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായും കനേഡിയൻ സംഘത്തെ ഒട്ടാവയിലേക്ക് തിരിച്ചു വിളിച്ചതായും അദ്ദേഹം അറിയിച്ചു. കനേഡിയൻ തൊഴിലാളികളും ബിസിനസ്സുകളെയും ഈ വ്യാപാര യുദ്ധത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ പിന്തുണ നടപടികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ നികുതി കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മൊത്തം ഉൽപ്പന്നങ്ങളുടെ 5% നേരിട്ട് ബാധിക്കുന്നതാണ്. ഇലക്ട്രോണിക്സ്, വ്യാവസായിക യന്ത്ര സാമഗ്രികൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, ഹോക്കി സ്റ്റിക്കുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. നേരത്തെ സ്റ്റീൽ, ലംബർ, ഓട്ടോമൊബൈൽസ് തുടങ്ങിയവയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവയ്ക്ക് പുറമെയാണിത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ട്രംപ് ഭരണകൂടം ഈ തീരുവ പ്രഖ്യാപിച്ചത്. തിരിച്ചടി നൽകുന്നത് താൽപര്യമില്ലാതെയാണെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത് അനിവാര്യമാണെന്ന് കാർണി പറഞ്ഞു. വരും ദിവസങ്ങളിൽ കാനഡയുടെ പ്രതി തീരുവകളുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളിയാഴ്ച കരാർ ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കാനഡ പ്രധാനമന്ത്രി നടത്തിയ ആദ്യ പ്രധാന പ്രസംഗത്തിലായിരുന്നു പുതിയ നിലപാട്. അമേരിക്കൻ ചർച്ചാ പ്രതിനിധികൾ അവസാന നിമിഷം കൊണ്ടുവന്ന മാറ്റങ്ങൾ അന്യായവും സാമ്പത്തികമായി യുക്തരഹിതവുമാണെന്ന് കാർണി ആരോപിച്ചു. അതേസമയം നേരത്തെ ധാരണയായ കാര്യങ്ങളിൽ കാനഡ പുതിയ ആവശ്യങ്ങളും പിന്മാറ്റങ്ങളും നടത്തിയെന്നാണ് അമേരിക്കൻ പ്രതിനിധികളുടെ ആരോപണം. ഇതോടെ വടക്കേ അമേരിക്കയിലെ 2 പ്രധാന വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുകയും പുതിയ തീരുവകൾ വ്യാപാര മേഖലയിലും ഉപഭോക്താക്കളിലും കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം കാനഡയാണെന്ന് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ ആരോപിച്ചു. കരാർ അന്തിമമാക്കുന്നതിൽ നിന്ന് കാനഡ അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നുവെന്നും അമേരിക്കയുമായി മികച്ച രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാക്കാനുള്ള അവസരമാണ് കാനഡ നഷ്ടപ്പെടുത്തിയതെന്നും ജാമിസൺ ഗ്രീർ കുറ്റപ്പെടുത്തി. നേരത്തെ അംഗീകരിച്ച നിബന്ധനകളിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയ കാനഡ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതാണ് ചർച്ചകൾ തകരാൻ കാരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 3 ദിവസമായി വാഷിംഗ്ടണിൽ നടന്ന US കാനഡ ചർച്ചയാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറും കാനഡയുടെ US വ്യാപാര മന്ത്രി ഡൊമിനിക് ലെംബ്ലാങ്കും തമ്മിലായിരുന്നു ദീർഘമായ ചർച്ച നടന്നത്. യുഎസുമായുള്ള ചർച്ചയിൽ അവസാന നിമിഷം വരെ കാനഡയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആത്മാർത്ഥമായും കഠിനമായും പരിശ്രമിച്ചുവെന്നും മാർക്ക് കാർണി കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും അവസാന നിമിഷം US മുന്നോട്ട് വെച്ച നിബന്ധനകളിലെ മാറ്റങ്ങൾ അന്യായവും സാമ്പത്തികമായി ലാഭകരമല്ലാത്തതുമായിരുന്നു. കൂടാതെ അവ ഏതൊരു കരാറിന്റെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നുവെന്നും കനേഡിയൻ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.